പത്തനംതിട്ട കലഞ്ഞൂരിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കഞ്ചോട് മനുവാണ് കൊല്ലപ്പെട്ടത്. ശിവപ്രസാദ് എന്ന ആളുടെ വീട്ടിൽ വെച്ചായിരുന്നു തർക്കമുണ്ടായത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, എപ്പോഴാണ് ഈ ഒരു തർക്കമുണ്ടാകുന്നത്? എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? അർദ്ധരാത്രിയോടെയാണ് കൊലപാതകം. മനുവും ശിവപ്രസാദും കൂടി ശിവപ്രസാദിന്റെ വീട്ടിൽ മദ്യപിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഉണ്ടായ തർക്കത്തിനിടെയാണ് ശിവപ്രസാദ് മനുവിനെ കൊലപ്പെടുത്തിയത്. ഇതാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. ശേഷം ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരമറിയിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവും മറ്റേതാനും സുഹൃത്തുക്കളും കൂടി ശിവപ്രസാദിന്റെ വീട്ടിൽ എത്തുകയും പിന്നീട് ശിവപ്രസാദ് കൂടി ചേർന്നാണ് മനുവിനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം സ്ഥലത്തു നിന്നും മുങ്ങിയ ശിവപ്രസാദിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട മനുവിന്റെ പ്രായം 35 വയസ്സാണ്. ഇവർ ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ കൊലപാതകം സംബന്ധിച്ച വിവരം പോലീസിൽ ലഭ്യമാകുന്നത് പുലർച്ചെ 3:30 കൂടിയാണ്. പോലീസ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മനുവിന്റെ മൃതശരീരം ഇപ്പോൾ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ രാവിലെ 9 മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അഭിലാൽ, ഈ ശിവപ്രസാദ് തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കടന്നു കളയുകയുമായിരുന്നോ? കൊലപാതക ശേഷം ശിവപ്രസാദ് വിവരം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവും പ്രദേശവാസികളായ മറ്റേതാനും പേരുടെ കൂടി സഹായത്തോടു കൂടിയാണ് മനുവിനെ ശിവപ്രസാദിന്റെ കൂടി സാന്നിധ്യത്തിൽ പത്തനാപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പത്തനാപുരത്തെ ആശുപത്രിയിൽ മനുവിനെ എത്തിച്ച ശേഷം ശിവപ്രസാദ് മുങ്ങുകയായിരുന്നു. ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നു.